ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിലുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ്? 4 തവണയാണ് ഐക്യരാഷ്ട്രസഭയിൽ 4 തവണയാണ് ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന ആക്രമണത്തെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യ അതിനെതിരെ വോട്ട് ചെയ്തത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രകടമായി 2 ഇന്റർനാഷണൽ സമ്മിറ്റുകളിൽ വോക്കലായി ഇസ്രയേൽ ഗസയിൽ ചെയ്യുന്ന കാര്യം അതിക്രമമാണ് എന്ന് നിലപാടെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ കാര്യത്തിലെ ഫോറിൻ പോളിസി നിലപാട് എന്താണോ അത് തുടരുകയാണ്. അല്ലാതെ അക്കാര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് പോലെയോ ട്വിറ്ററിൽ ആർത്ത് വിളിക്കുന്നത് പോലെയോ ഒന്നും അല്ല ഇന്ത്യയുടെ ഫോറിൻ പോളിസി നിലപാട്. അതിൽ കൺസിസ്റ്റൻസി ഉണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടാണ് ഫോറിൻ പോളിസി മാറ്റേഴ്സിൽ എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ തുടരുന്നു എന്ന കൃത്യമായ കാര്യത്തെ മറന്ന് ഇതൊക്കെ ഇതാ ഇപ്പോ നടക്കുന്ന എന്തോ വലിയ അത്ഭുതമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ല സാർ, ഈ പോളിസിക്കകത്ത് കൃത്യമായിട്ടുള്ള ചേഞ്ച് വന്നിരുന്നു സാർ. ഇപ്പോൾ ഈ CPM-ന്റെ പിന്തുണയോടുകൂടി UPA സർക്കാർ ഇവിടെ വന്നിരുന്നല്ലോ. ആ സമയത്ത് റഷ്യയുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ഏത് രീതിയിലാണ് മാറിയത്? വളരെയധികം മോശമായിരുന്നു സാർ. അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് മൻമോഹൻ സിംഗിന്റെ സർക്കാർ, ഇവർ പറയുന്ന UPA സർക്കാർ, ഈ CPM അടക്കം പിന്തുണ കൊടുത്തിരുന്ന സർക്കാർ അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള സർക്കാരായിരുന്നു സാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് റഷ്യയുമായിട്ടുള്ള നമ്മുടെ നല്ല റിലേഷൻ അത് തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ ഒരു പോളിസി എന്ന രീതിയിൽ റഷ്യയെയും ഉക്രൈനും ഒരേ സമയം ചേർത്ത് പിടിക്കുന്നു. ഗാസയും ഇസ്രായേൽ വിഷയത്തിൽ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസി, അത് അങ്ങ് പറഞ്ഞല്ലോ, ആ പോളിസി തന്നെയാണ് നിഷ്പക്ഷമായ നിലപാട്. പിന്നെ CPM-ന്റെ പ്രതിനിധി ചോദിച്ചല്ലോ, ഈ വിദേശകാര്യ രംഗത്ത് ഞങ്ങളുടെ നിലപാട് എങ്ങനെയാണ് സാർ? ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ നോക്കൂ, യുദ്ധമുഖത്ത് ഇന്ത്യൻ നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഇന്ത്യൻ പൗരന്മാരെയും ഒരു വെടിയൊച്ച കേൾക്കാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എത്തിക്കാൻ പറ്റിയിട്ടുള്ളത് ഒരേ ഒരാൾക്കാണ് സാർ. അയാളുടെ പേര് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്നാണ്, ഇന്ത്യൻ സർക്കാരിനാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാ? ഇപ്പോൾ ഇവിടെ ഉക്രൈൻ വിഷയത്തിൽ നോക്കി ഇവരെ ഇരട്ടത്താപ്പാണ്. ഇപ്പൊ പലസ്തീനും ഇസ്രായേലും നടക്കുന്ന അധിനിവേശത്തിനകത്ത് പലസ്തീന്റെ കൂടെ നിൽക്കുന്നു. ഈ ഉക്രൈനിലും റഷ്യയും നടക്കുന്ന സമയത്ത് എന്താ യുക്രൈൻ്റെ കൂടെ വരെ നിൽക്കാത്തത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ചൈനീസ് പോളിസിക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് വലിയ വാക്കിനകത്ത് ജോൺ പിട്ടാസ് ഇപ്പോൾ വലിയ കാര്യം പറയുന്നത്. ചൈനീസ് ചാരന്മാരായിട്ട് ചൈനീസ് പാർട്ടിക്ക് അനുകൂലമായി ചിന്തിച്ചുകൊണ്ടാണ് ഇവിടുത്തെ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഉക്രൈൻ വിഷയത്തിനകത്ത് റഷ്യയുടെ നിലപാടിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധിനിവേശത്തിനെതിരെയാണെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ്? ഇന്ത്യയിൽ 10-ൽ താഴെ MP-മാരുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിലപാടല്ലല്ലോ നമ്മൾ ഫോറിൻ പോളിസി മാറ്റേഴ്സിൽ വളരെ പ്രകടമായി വരിക. ഓരോ പാർട്ടികളും ഞാൻ ചോദിക്കുന്ന വിഷയം അല്ല, ഞാൻ പറയട്ടെ. ഇപ്പോ സയണിസവുമായി അല്ലെങ്കിൽ ഇസ്രയേലുമായി ഒരു തരത്തിലുള്ള സാഹോദര്യ ബന്ധം സംഘപരിവാർ പ്രവർത്തകർ അവകാശപ്പെടാറുണ്ട്. അമേരിക്കയിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുമൊക്കെ അതിന്റെ പ്രയോക്താക്കളോ അതിന്റെ പിന്തുണക്കാരോ ആണ് നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ അനുകൂലിക്കുന്ന ആളുകളോ. പക്ഷെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്താണ്? ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്തും 1ാം മോദി സർക്കാരിന്റെ കാലത്തും ഒക്കെ എന്താണ്? എന്തുകൊണ്ടാണ് ഗാസയിൽ ഈ ആക്രമണം നടന്നിട്ട് 4 തവണ ഇന്ത്യ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തത് UN-ൽ? അത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയതുകൊണ്ടാണ്. അതാണ് എന്റെ പോയിന്റ്. അല്ല, അതെ, അങ്ങ് പറഞ്ഞ ശരിയാണ്. ഇന്ത്യയുടെ പോളിസി സ്ഥിരമാണ്. അതുകൊണ്ടാണല്ലോ ഇതേ സമയത്ത് ഇസ്രായേലും ആക്രമണം ഉണ്ടായില്ല സാർ. ഇസ്രായേലിലും ആക്രമണം ഉണ്ടായിട്ട് നിരപരാധികളായിട്ടുള്ള അനവധി പേരെ ബലാത്കാരം ചെയ്യപ്പെടുകയും നിരപരാധികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താ അപലപിക്കാഞ്ഞത്? അന്ന് ഇടതുപക്ഷം അപലപിച്ചില്ലല്ലോ, ഒരാൾ അപലപിച്ചില്ലല്ലോ. ഞങ്ങളുടെ പോളിസി നിഷ്പക്ഷമാണ്. അത് ഇസ്രായേൽ ആക്രമണം നടത്തിയാലും അത് പലസ്തീൻ ആക്രമണം നടത്തിയാലും നിഷ്പക്ഷമായിട്ട് നിലപാട് പറയാൻ പറ്റുന്ന പ്രസ്ഥാനം ഞങ്ങളാണ്. ഞങ്ങൾക്ക് ആരോടും പ്രീണനമില്ല. പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല ഞാൻ പറഞ്ഞത്, രാജ്യത്തിന്റെ നിലപാടാണ്. അല്ല, രാജ്യത്തിന്റെ നിലപാട് തന്നെ സാർ. ഇസ്രായേലിനകത്ത് ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെ അപലപിച്ചത് ഈ രാജ്യമാണ്. അപ്പോൾ നോക്കൂ, സ്വയം പ്രതിരോധത്തിന് അവകാശം ഇസ്രായേലിനുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ രാജ്യത്തിന്റെ പോളിസി എന്ന രീതിയിൽ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ നിഷ്പക്ഷതയാണ് ഇന്ത്യ. ഇന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ പോളിസിയാണ് സാർ. അപ്പോൾ ഒരു പോളിസി എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ലല്ലോ. ഇസ്രായേലിന്റെ കൂടെ ഈ ഭീകരാക്രമണത്തെ കുറിച്ച് അങ്ങടക്കം ഏതെങ്കിലും സമയത്ത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ കൂട്ടക്കൊലയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? വസീഫിന്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചെറിയ അടി കൊടുത്ത് വലിയ അടി കിട്ടിയിട്ട് പിന്നെ ഗാസയെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ CPM-ന്റെ പോളിസി നിയന്ത്രിക്കപ്പെടുന്നത്, വിദേശകാര്യ പോളിസികൾ മുഴുവൻ നിശ്ചയിക്കുന്നത് ചൈനയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വാസിപ്പ് വലിയവായിൽ ഞങ്ങൾ യുദ്ധത്തിനെതിരെ സമരം നടത്തിയൊന്നും പറയണ്ട. ഞങ്ങളുടെ പോളിസി കൃത്യമാണ്. അത് രാജ്യ താല്പര്യത്തിലാണ്, സമാധാനത്തിൻ്റെതാണ്, സഹകരണത്തിനെയാണ്. നിങ്ങൾ നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളെ വലിയ രീതിയിൽ കളിയാക്കിയിരുന്നല്ലോ. ഇപ്പോൾ നോക്കൂ, ഈ വിദേശ യാത്രകൾ നടത്തിക്കൊണ്ട് നയതന്ത്രം നടത്തിയ ഫലമായിട്ടാണ് സെലൻസ്കിയെയും പുടിനെയും ഒരേപോലെ ചേർത്ത്
സ്ഥാനത്ത് നിൽക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം 10 വർഷമായിട്ട് വളരെ രീതിയാണ്. അത് ഏത് രാജ്യത്തും എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ ഇടപെടാവുന്ന രീതിയിലേക്കുള്ള ഒരു ആഗോള സമാധാനത്തിന്റെ ആളുകളായിട്ട് ഭാരതം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാലോ, ലോക സമസ്ത സുഖിനോ ഭവന്തോ പിറന്ന നാട് ഈ ഭാരതമാണ്. അതുകൊണ്ട് ലോക സമാധാനത്തെ കുറിച്ച് പറയാൻ അവകാശമുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ രാജ്യം നടത്തുമ്പോൾ വസീഫിനെ പോലെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളും നടത്താം. ശരി, അപ്പൊ വസീഫിന്റെ മറുപടി വസീഫ് പറയട്ടെ.